Hi, welcome to Yeloria Expert Talk, where we share expert guidance for working professionals. So, ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് മിസ്റ്റർ ഹരിസ്ലാൻ. He is an experienced business consultant. So, welcome ഹരിസ്ലാൻ. Thank you, Ahana. Okay. So, as a business consultant, ഒരുപാട് കമ്പനീസ് ആയിട്ടും വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടും അസോസിയേറ്റ് ചെയ്യാനും അവർക്ക് ട്രെയിനിങ് ചെയ്യാനും എല്ലാം ഉള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടല്ലോ. സോ, ഇന്നത്തെ ഒരു കറന്റ് മാർക്കറ്റിൽ എന്താണ് ആക്ച്വലി ഓണ്ടർപ്രിനേഴ്സ്, അതായത് കമ്പനീസിന്റെ ഒരു സ്ട്രഗിൾസ് എന്താണ്, അതുപോലെ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസിന്റെ ഒരു സ്ട്രഗിൾസ് എന്താണ്? ആക്ച്വലി ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിനാരിയോയിൽ കമ്പനീസിൻ്റെയും അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസിൻ്റെയും ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ബോത്ത് സീംസ് സിമിലർ എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഓപ്പറേഷൻസ്, HR ഡിപ്പാർട്ട്മെൻറ്റ്സ്, മാർക്കറ്റിംഗ്, സെയിൽസ് ഇതൊക്കെ എടുക്കുമ്പം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തന്നെയാണ്. അപ്പം അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ നമുക്കൊരു SOPs ആൻഡ് KPIs വെച്ചിട്ട് നമുക്ക് അതിനെ സ്ട്രക്ചർ ചെയ്ത് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ അതിനെ പ്രോപ്പർ സിസ്റ്റം ആക്കി വെക്കാൻ പറ്റും. ബട്ട് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറയുന്നത് എപ്പോഴും ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓപ്പറേഷൻസിന് ഉണ്ടെങ്കിൽ കൂടിയിട്ടും ലിമിറ്റഡ് ആണ്. ബട്ട് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറയുന്നത് ഭയങ്കര ഇവോൾവിംഗ് ആണ്. അതിൽ എസ്പെഷ്യലി സെയിൽസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സെക്ടറും കൂടെയാണല്ലോ. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സെയിൽസിൽ വരുമ്പം മാർക്കറ്റിംഗിൽ ക്രിയേറ്റിവിറ്റി ആണ് കീ ഫാക്ടർ എങ്കിൽ സെയിൽസിൽ പറയുമ്പോൾ ക്ലോസിംഗ് സ്കില്ലാണ്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനാറിയോസ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മളുടെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പം ഞങ്ങൾ സെയിൽസിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു CRM ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പിച്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, അവർ പറയുന്ന പ്രൈസിങ്ങിൽ എത്തിച്ചിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ അവരത് ക്ലോസ് ചെയ്യുന്നില്ല എന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പറയുമ്പം അവിടെ അവർ നോക്കേണ്ട ഒരു കാര്യം, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ട്രെയിനിങ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ദാറ്റ് ഈസ് എ സ്ട്രഗിൾ. അതിനുള്ളൊരു സൊല്യൂഷൻ അവർ ഹാൻഡിൽ ചെയ്യാണ്ടാണ് മുന്നോട്ടേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പം മാർക്കറ്റിംഗിലേക്ക് എടുക്കുമ്പോഴും ഡിഫറെൻ്റ് ആണ്. മാർക്കറ്റിംഗിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തതുകൊണ്ട് മാത്രം മാർക്കറ്റിംഗിൽ അവർക്ക് പറ്റില്ല. ക്രിയേറ്റിവിറ്റി വേണം. അപ്പോൾ ഒരു ക്രിയേറ്റീവ് ഹെഡ് അവിടെ ഉണ്ടായിരിക്കണം, ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് അവിടെ ഉണ്ടാവണം. ബട്ട് സെയിൽസിൽ പക്ഷേ നമുക്ക് അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് അവിടെ ഒരു ട്രെയിനിങ് കൊടുത്ത് അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ബെറ്റർ ആക്കിയിട്ട് അവർക്കൊരു നെഗോസിയേഷൻ സ്കിൽസ് ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കസ്റ്റമറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് സെയിൽസിൽ പല പല ടെംപ്ലേറ്റ് മെത്തേഡ്സ് ഉണ്ട്. കൺവേർഷൻ റേഷ്യോ കൂട്ടിയെടുക്കാൻ നമുക്ക് പറ്റും. പക്ഷെ ആ ഒരു ട്രെയിനിങ് മെത്തഡോളജി കൊടുക്കാൻ മാനേജ്മെന്റും തയ്യാറല്ല. അറ്റ് ദ സെയിം ടൈം മാനേജ്മെന്റ് മാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, സ്റ്റാഫും അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്. അത് ഞാൻ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം മാനേജ്മെന്റ് സൈഡിന്റെ അടുത്ത് നിന്നും കമ്പനിയുടെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവരൊരു പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു കരിയർ ജേർണിയിൽ ഒബ്സർവ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് ഒരുപാട് വർഷക്കാലം ഒരേ കമ്പനിയിൽ ഒരേ പൊസിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊരു സാലറി പാക്കേജ് ഒക്കെ നോക്കുമ്പോൾ അവരൊരു എക്സ്പീരിയൻസിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻക്രിമെന്റോ കാര്യങ്ങളോ ഒന്നും അവർക്ക് കിട്ടിയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അവർ അങ്ങനത്തെ ഉള്ള ഒരു ടീം മെമ്പറിനെ കാണുമ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറ് അവരവരെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യാൻ റെഡിയല്ല. അല്ലെങ്കിൽ വേറൊരു സിനാരിയോ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കമ്പനീസിൽ ഓൾറെഡി ഒരുപാട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള അത്യാവശ്യം ടെക്നിക്കലി എല്ലാം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും അവിടെ ഒരു ഹെഡ് പൊസിഷൻ്റെ വേക്കൻസി വരുന്ന സമയത്ത് ഈ കമ്പനീസ് വീണ്ടും പുറത്തു നിന്ന് അവർ ഹയർ ചെയ്യാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ അവിടെ ഹാപ്പനിങ് ആവുന്നില്ല. സോ പക്ഷെ ഒരു മാനേജ്മെന്റ് സൈഡിൽ നിന്ന് നോക്കുമ്പം അവർക്ക് ഈസി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു എംപ്ലോയിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. പക്ഷേ അവർക്ക് ആ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും പറ്റുള്ളൂ. മാനേജ്മെന്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ഇപ്പോൾ ഏതൊരു കമ്പനിക്കാണെങ്കിലും അവർ സ്ട്രഗിൾ ചെയ്യുന്നത് ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതിൽ എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ പറയുമ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിനാണ് ഇമ്പോർട്ടൻസ്. ഈ ടീം ബിൽഡിങ്ങിന്റെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ ഹെഡ് ചെയ്യാൻ ഒരു TL എടുക്കണമെങ്കിൽ പുറത്തുനിന്ന് ഹയർ ചെയ്യണം, ഒരു സെയിൽസ് ഹെഡ് വേണമെങ്കിൽ അതിന് പുറത്തുനിന്ന് ഹയർ ചെയ്യണം. അങ്ങനെ ഒരു സെയിൽസിൽ ഇപ്പം ഒരു C-suiteലേക്ക് വരുന്ന ഒരാൾ എടുക്കണമെങ്കിൽ പോലും പുറത്തുനിന്ന് ചിലപ്പോൾ ആ കമ്പനിയിൽ നല്ലൊരു സെയിൽസ് ഹെഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സെയിൽസ് മാനേജർ ഉണ്ടായിരിക്കും. അയാളെ C-suiteലേക്ക് കൺസിഡർ ചെയ്യാണ്ട് പുറത്തുനിന്ന് ഒരാളെ ആയിരിക്കും എപ്പോഴും മാനേജ്മെന്റ് നോക്കുന്നുണ്ടാവുക. ഇത് അയാളുടെ മാത്രം ഒരു ഇൻഎഫിഷ്യൻസി അല്ല, അതാ മാനേജ്മെന്റിനും കൂടി ഇൻഎഫിഷ്യൻസി. കാരണം 20 years ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു കമ്പനിയിൽ ഉണ്ടായിട്ട് അയാൾ എന്തുകൊണ്ട് ഒരു സെയിൽസ് ഹെഡ് ആവുന്നില്ല, അല്ലെങ്കിൽ ഒരു സെയിൽസ് ഹെഡ് ആയ ആൾ എന്തുകൊണ്ട് C-suitesiലേക്ക് എത്തുന്നില്ല എന്നുള്ളത് ആ മാനേജ്മെന്റിന്റെ ഇൻഎഫിഷ്യൻസിയാണ്. സോ മാനേജ്മെന്റ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും സ്റ്റാഫിന് ഒരു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്
കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് നമ്മളെ നാട്ടിൽ എത്ര കമ്പനീസ് ഇപ്പം സ്ട്രിക്ട്ലി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ഭയങ്കര ചോദ്യം. അത് ആബ്സെന്റ് ആണ്, അധിക കമ്പനീസിൽ അങ്ങനെ ഒരു കൾച്ചർ ആബ്സെന്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കമ്പനീസ് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഇത് ആക്ച്വലി ഈ പറഞ്ഞത് ഒരു ഷെയിം തന്നെയാണ്. ഒരുപാട് വർഷക്കാലം സ്വന്തം കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് ഒരു സ്കില്ലും ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി കമ്പനിക്കും ഉണ്ട്. പക്ഷെ അത്രയും വർഷം ഒരു പൊസിഷനിൽ ഒരു ചേഞ്ച് ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ അത് എംപ്ലോയിന്റെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട്, ഒരു 1 hour പോലും അവർക്കൊരു ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാംസും ട്രെയിനിങ്സും പല കാര്യങ്ങളും നമുക്ക് ഓൺലൈൻ ഓഫ്ലൈൻ എല്ലാം അവൈലബിൾ ആണ്. വീക്കെൻഡ് ബാച്ചസ്, ഈവനിങ് ബാച്ചസ്, ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിലേക്കൊന്ന് എൻറോൾ ചെയ്യാനോ അതിലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാനോ ഒരു സെൽഫായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ട് ആ കമ്പനിയിൽ ആ ഒരു പൊസിഷൻ വരുമ്പോൾ അത് എനിക്ക് സെക്യൂർ ചെയ്യണം എന്നുള്ളൊരു ആംബിഷൻ കൂടെ ഇവരുടെ അടുത്ത് മിസ്സാകുന്നത് പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ട്. ഇതില് വൺ ഓഫ് ദ കൾപ്രിറ്റ് എന്ന് പറയുന്നത് HR ഡിപ്പാർട്ട്മെന്റ് കൂടി ഉണ്ട്. കാരണം HR ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് സ്റ്റാഫിന്റെ ഒരു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. HR നേരം വൈകി വരുന്നതിന് ചീത്ത പറയും, അല്ലെങ്കിൽ സ്റ്റാഫ് ലേറ്റ് ആയി വരുന്നതിന് പ്രശ്നമായിരിക്കും, ഹാഫ് ഡേ ലീവ് എടുക്കുന്നതിന് പ്രശ്നമായിരിക്കും. ഇതേ HR സ്റ്റാഫിന്റെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന് ഇത്ര ആവശ്യം കാണിക്കുന്നത് പല കമ്പനീസിലും നമുക്ക് ലാക്കിംഗ് ആയിട്ട് കാണാൻ പറ്റും. ശരിക്കും HR ഡിപ്പാർട്ട്മെന്റ്സിന് പല ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഫേംസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബുക്സ് അവൈലബിൾ ആണ്. ഇപ്പം പേഴ്സണൽ MBA എന്ന് പറഞ്ഞിട്ട് ജോഫ് കോഫ്മാന്റെ ഒക്കെ ബുക്ക് ഉണ്ട്. ഇതൊക്കെ നമ്മളുടെ ട്രെയിനിങ് ലൈക്ക് സ്റ്റാഫ് വായിക്കണം, അല്ലെങ്കിൽ സ്റ്റാഫ് ആ ട്രെയിനിങ് എടുക്കണം എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആക്കുമ്പോൾ ഒബ്വിയസ്ലി ആ കമ്പനിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ പറ്റും. അല്ലെങ്കിൽ HR സ്വന്തമായിട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്സ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവന്നാലും മതി കമ്പനീസിലേക്ക്. ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് HR സൈഡ്സ് നിന്ന് വരുമ്പോഴാണ് കമ്പനിയിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വരിക. അല്ലാണ്ട് സ്റ്റാഫിനെ എപ്പോഴും ഒരു ചട്ടക്കുട്ടിൽ ഇട്ടിട്ട് അവരെങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാന്ന് മാത്രമല്ല. പക്ഷെ അവിടെ വരുന്നൊരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ഈ ഇത്രയും ട്രെയിനിങ് കൊടുക്കാൻ കാപ്പബിൾ ആയിട്ടുള്ള HR പ്രൊഫഷണൽസിനെ നമുക്ക് കിട്ടണമല്ലോ. ഈ HR എന്ന് പറയുമ്പോൾ നോർമലി ഹയറിംഗ്, ഫയറിംഗ്, പിന്നെ ലീവ് അപ്രൂവൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മാത്രം അവർ ഒതുങ്ങി പോകുന്ന ഒരു സിനാരിയോ പറഞ്ഞിട്ടുണ്ട്. അവർക്കും കൂടി ഇതിലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് തേർഡ് പാർട്ടി സപ്പോർട്ട് എടുക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ നമ്പേഴ്സ് ഓഫ് ആൾക്കാരുണ്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. പക്ഷെ അവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 1 day പ്രോഗ്രാം അല്ലെങ്കിൽ 2 day പ്രോഗ്രാം എന്നുള്ള ഒരു പേരിനുള്ള പ്രോഗ്രാംസ് മാത്രമായിട്ട് ചുരുങ്ങി പോകും. അല്ലാതെ അതൊരു 2 month അല്ലെങ്കിൽ 3 month ഒക്കെ ഉള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രോട്ടോകോൾ വെച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് പലപ്പോഴും ലാക്ക് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് HR ഡിപ്പാർട്ട്മെന്റ്സ് ഒരു 1 hour അവരെ കമ്പനിയിൽ നിന്ന് മാറ്റി അവരുടെ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യാൻ. ഇപ്പൊ നമ്മള് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ PT പീരീഡിന് പകരം മാത്സ് പീരീഡ് ഒക്കെ വെച്ചിട്ട് നമ്മളെ മാത്സ് അടിപൊളിയാക്കാനൊക്കെ ശ്രമം നടത്താറുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം ഇരുത്തിയിട്ട്. അതേപോലെ ഏതെങ്കിലും ഒരു ഹവർലി ഇപ്പൊ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്സിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോൾ ചെയ്യാണ്. പക്ഷെ എപ്പോഴും കോൾ ചെയ്യാണോ? അല്ല. അപ്പൊ ഒരു 4 മണി 9 to 5 ജോബുള്ള ഒരാളാണെങ്കിൽ 9 to 4 ഒരു 4 to 5 എന്ന് പറയുന്നത് അവർ അവിടെ ഓഫീസിൽ ഇരുന്നിട്ട് തന്നെ ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാംസിലേക്ക് അവർ കൊണ്ടുവരട്ടെ. അപ്പോഴാണ് ആ കമ്പനിയിലേക്കും ഡെഫിനറ്റ്ലി ആ കമ്പനിക്ക് ആ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം മാർക്കറ്റിൽ ഇപ്പൊ നമുക്ക് നല്ല സെയിൽസ് പേഴ്സൺസിനെയോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പേഴ്സൺസിനെയോ കിട്ടാനില്ല. ഉള്ള ആൾക്കാരിലെ നമ്മൾ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിപ്പോ നമ്മള് ഫ്രൂട്ട് ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങുന്ന പോലെ നമുക്കാർക്കും നട്ട് വളർത്താനുള്ള ഒരു ഇതില്ല. അപ്പൊ നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ സീസൺ സമയത്ത് നമുക്കിപ്പോ ഒരു ഫ്രൂട്ട് വേണമെന്നുണ്ടെങ്കിൽ കിട്ടില്ല. അതിന്റെ ആ ഒരു സീസൺ ടൈമിൽ മാത്രമാണ് നമുക്ക് ഈ ഫ്രൂട്ട് കിട്ടുള്ളൂ. ഓഫ് സീസൺ ടൈമിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു മാങ്ങ തിന്നണം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ല പൈസ കൊടുക്കേണ്ടി വരും. ഇതേപോലെ തന്നെയാണ് നിങ്ങളെ സ്റ്റാഫിനെ നട്ട് വളർത്തി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സീസണിലും ഇവർ അവൈലബിൾ ആണ്. അതിനെ നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോഴ്സുകൾ ആഡ് ചെയ്യുക. ഇപ്പൊ ഒരു 8 കമ്പനീസ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിനെ വെച്ചിട്ട് നിങ്ങൾ അവരെ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആൻഡ് ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നിട്ട് കമ്പനി റൺ ചെയ്യാൻ പറ്റും. ഈസിലി പോസിബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം കമ്പനി സൈഡിൽ നിന്ന് നോക്കുമ്പോൾ റെഡി ആവുന്നില്ല. അപ്പം സെയിൽസിൽ ഞാൻ മുമ്പും പലയിടത്തും പറഞ്ഞിട്ട് കാര്യമുണ്ട്. സെയിൽസ് നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് സെയിൽസ് എങ്ങനെ ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ പല സെയിൽസ് പേഴ്സൺസും സ്റ്റക്കാണ്. കാരണം അവരുടെ കമ്മ്യൂണിക്കേഷൻ, നെഗോസിയേഷൻ ഇതെല്ലാം ഭയങ്കര ഒരു പ്രശ്നം. അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങളുണ്ടാവും. പിച്ച് നോട്ട്സ് ഉണ്ടാവും. ആ പിച്ച് നോട്ട്സ് അവർ പ്രോപ്പർലി ഇതാക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങ് ക്ലോസ് ആവുന്നില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റോറി എന്ന് പറയുന്നത് ദ പേഴ്സണൽ MBA എന്ന് പറഞ്ഞിട്ട് ജോഫ് കോഫ്മാന്റെ ഒരു ബുക്കാണ്. അതിൽ ഈ കോഫ്മാന്റെ വൈഫ് ഉണ്ട് അമേലിയ എന്ന് പറഞ്ഞിട്ട്. അമേലിയ ഒരു എന്താ പറയുക ബ്രൈഡൽ അറ്റ്ലിയർ നടത്തുന്നതാണ്. എന്ന് വെച്ചാൽ വിവാഹ വസ്ത്രങ്ങൾ ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്നൊരിത്. അപ്പം അമേലിയ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടാണ് ഈ ബ്രൈഡൽ അറ്റ്ലിയേഴ്സ് അവരുടെ
ബൊട്ടീക്കിലേക്ക് വെക്കുന്നത്. അപ്പോൾ അവിടെ യാത്ര ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ ബ്രൈഡും ബ്രൈഡിന്റെ ബ്രൈഡ്മെയ്ഡ്സും കൂടി വരുന്ന സമയത്ത് അമേലിയ ഒരിക്കലും ഈ പ്രൊഡക്റ്റ് വിൽക്കാനല്ല നോക്കാറ്, മറിച്ച് അമേലിയ ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കും. ഇതിൽ യൂസ് ചെയ്തിരുന്ന ലൈനിങ്സ് എന്തൊക്കെയാണ്, ബീഡ്സ് എന്തൊക്കെയാണ്, ഈ മെറ്റീരിയൽസ് എന്താണ്, ഈ ഡിസൈൻസ് ഏത് ഇതിന്ന് ഇൻസ്പയർഡ് ആണ്, സ്പെഷ്യൽ ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പം ഈ വരുന്ന ബ്രൈഡിന് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു വാല്യൂ എന്താണെന്ന് മനസ്സിലാവും. അതേ സമയത്ത് തന്നെ ഇത്രയും നോളേജ് പകരുമ്പോൾ അമേലിയനായിട്ട് ഒരു ട്രസ്റ്റ് അവിടെ ബിൽഡ് ആവും. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എവിടുന്നാണ് ഒരു സാധനം പർച്ചേസ് ചെയ്യുക, നമുക്ക് ട്രസ്റ്റ് ഉള്ള ഒരു സ്ഥലത്ത് നിന്നാണ്. സോ ആ ട്രസ്റ്റ് ബിൽഡിംഗ് നിന്നാണ് അമേലിയന്റെ അടുത്തുന്ന ആൾക്കാർ പർച്ചേസ് ചെയ്യുക. സോ ബേസിക്കലി സെയിൽസ് എന്ന് പറയുമ്പോൾ ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സ്റ്റോറി ടെല്ലിംഗ് സ്കില്ല്, പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനത്തെ പക്ഷെ ഒരു ഡെവലപ്മെന്റ് ആൻഡ് കാര്യങ്ങൾ പലപ്പോഴും ആൾക്കാരുടെ അടുത്തുനിന്ന് മിസ് ഔട്ട് ആവുന്ന രീതി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സെയിൽസിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഈ സെയിൽസ് മാനേജേഴ്സും സെയിൽസ് ഹെഡ്സും, സോ പേഴ്സണലി ഞാൻ സെയിൽസിലാണ് എൻ്റെ ഒരു കരിയർ വരുന്നത്. അപ്പോൾ നോർമലി കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ അവേഴ്സ് നോക്കുക. എത്ര അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കോൾ അവേഴ്സ് ഇവർ നോക്കും. കോൾ അവേഴ്സ് നോക്കിയിട്ട് അതിലൊരു പ്രാക്ടിക്കാലിറ്റി ഇല്ല. ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ക്രിസ്പായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടാവും. 1 മണിക്കൂർ അവൻ വെറുതെ സംസാരിച്ച് ചിലപ്പോൾ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസ് ഇല്ലാണ്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ ഇങ്ങനെ കുറേ സിസ്റ്റമാറ്റിക് അല്ലാത്ത കാര്യങ്ങൾ ട്രഡീഷണലായിട്ട് നമ്മുടെ കമ്പനീസിലും കാര്യങ്ങളിലും ഒക്കെ റൺ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെയാണ് സെയിൽസും മാർക്കറ്റിംഗും ഒക്കെ ഒരു സ്ട്രക്ചേർഡിലേക്ക് അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടോ വരാത്തതെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യും. ഒരു പണ്ടത്തെ ഒരു പെഡഗോഗി സിസ്റ്റം പോലെയാണ് ഇപ്പോഴും നമ്മുടെ സെയിൽസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ കോൾ ഹവേഴ്സ് നോക്കുക, നമ്പർ ഓഫ് കോൾസ് നോക്കുക. ഇതിൽ തന്നെ നമ്മൾ പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ്. 1ാമത്തെ കോളും ഇപ്പൊ 50 കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ 60 കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ 60ാമത്തെ കോളും എടുത്തു നോക്കുമ്പോൾ അതിന്റെ ഒരു ആ പിച്ചിൽ തന്നെ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഈ ഇതെങ്ങനെങ്കിലും, കാരണം ഇവർക്ക് ടാർഗറ്റ് കൊടുക്കുക ഒരു ദിവസം 40 കോൾ ചെയ്യണം, 50 100 കോൾ ചെയ്യണം എന്ന് വരെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെന്താ ചെയ്യാ, ഈ നമ്പേഴ്സ് അറ്റൈൻ ചെയ്യാനാണ് നോക്കുക. ഇതിന് ക്ലോസിങ്ങോ അല്ലെങ്കിൽ, കാരണം ഇവർക്ക് ആവശ്യം ഇവരുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യൽ ഭയങ്കര മാൻഡേറ്ററി. ഇവിടെ ഇവർ വിട്ടുപോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റിംഗ് ടീം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഈ ലീഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഈ 50 ലീഡ്സിന് ഒരു ലീഡിന് ഒരു 100 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ അതിലൊരു 10-20 കോൾസ് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫ്രസ്ട്രേഷന്റെ പുറത്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ഡേ അവർക്ക് അത്ര ഓക്കെ അല്ലായിരിക്കും. അപ്പൊ അതിനൊരു സിസ്റ്റം ഉണ്ടാവില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമല്ല, നമ്മൾ അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ലീഡിലേക്ക് പിന്നെ തിരിച്ചു പോയി ക്ലോസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പോസിബിൾ അല്ല, ഇമ്പോസിബിൾ ആണ്. ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയ, മെറ്റ ആഡ്സ് ആണെങ്കിലും ഗൂഗിൾ ആഡ്സ് ആണെങ്കിലും ഏതിൽ എടുക്കുകയാണെങ്കിലും നമുക്ക് ഇന്ന് കിട്ടിയ ലീഡ്സ് നമ്മൾ ഇന്ന് കോൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ ലീഡ് ലോസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് തന്നെ പോകും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഏറ്റവും ക്വാളിറ്റിയിൽ ആ ലീഡിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. അപ്പൊ അതിന് ചിലപ്പം CRM ഉണ്ടായിരിക്കും, പ്രോസസ് ഉണ്ടായിരിക്കും, കാര്യങ്ങളൊക്കെ നമ്പർ ഓഫ് കൗൺസിലേഴ്സ് കൂട്ടേണ്ടതായിട്ട് വന്നേക്കാം. അപ്പൊ ഇത് വേണമെങ്കിൽ എന്താവണം, പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യങ്ങളും ഉള്ള ഒരു സ്റ്റാഫ് ആയിരിക്കണം ഇത് ചെയ്യേണ്ടത്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഉണ്ടായിരിക്കണം. HR-ന്റെ അടുത്ത് പിന്നെ എനിക്ക് വയ്യ, അപ്പൊ ഞാൻ ഇന്നൊരു 10 കോൾ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തലവേദനയായി. പക്ഷേ നമ്മൾ അവിടെ സെയിൽസ് ഹെഡ് എന്താ ചെയ്യുക, ഫോഴ്സ് ചെയ്യും, ഇന്ന് വിളിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്ന് ആക്കിയേ പറ്റുള്ളൂ. പക്ഷെ അവിടെ സെയിൽസ് ഹെഡ് വിട്ടുപോകുന്ന അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് വിട്ടുപോകുന്ന കാര്യം, ഈ 30 അല്ലെങ്കിൽ ഇനി വിളിക്കാനുള്ള 30 ലീഡിന് നമ്മൾ ഓൾറെഡി അവിടെ പെയ്ഡ് ആണ്. ഈ 30 ലീഡ് 100 രൂപ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. 3000 രൂപയായിരിക്കും അവിടെ ലോസ് വരുന്നത്. ഈ 3000 രൂപ പ്ലസ് ഇയാളുടെ അന്നത്തെ സാലറി. അപ്പൊ കമ്പനീനെ സംബന്ധിച്ച് ഒരു ദിവസം വെറുതെ 4000 രൂപ അങ്ങനെയാണ് പോവാണ്. പക്ഷെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരെ ഉദ്ദേശിക്കുന്ന ഇതിങ്ങനെ പോയാലേ റെഡി ആവുള്ളൂ. ആ ഒരു ഫോഴ്സ്ഫുള്ളി മൂവ് ചെയ്യുമ്പം ഡിപ്പെൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാഫിന് മാത്രമായിരിക്കില്ല ട്രെയിനിങ് ആവശ്യം വരിക, ഹെഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ആവശ്യം വരും. കാരണം വളരെ ട്രഡീഷണൽ ആയിട്ട് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുമ്പോഴും ഒരു തരത്തിലുള്ള അപ്ഡേറ്റും സെയിൽസ് പ്രോസസ്സിലോ സിസ്റ്റം ക്രിയേഷനിലോ ട്രെയിനിങ്ങിലോ കൊണ്ടുവരാത്ത എത്രയോ സെയിൽസ് ഹെഡും സെയിൽസ് മാനേജേഴ്സും ഉണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി വേണം. ആക്ച്വലി എന്താണ് ഇപ്പോഴത്തെ ഒരു സിനാരിയോ നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സെയിൽസ് പേഴ്സണെ കൊണ്ട് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ലീഡിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ റിയാലിറ്റി ചെക്ക് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവർക്ക് മിസ്സിംഗ് ആണ്. അപ്പം എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ്, അതിപ്പോൾ ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും എക്സിക്യൂട്ടീവ് ലെവലോ മിഡ് മാനേജ്മെന്റ് ലെവലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്കൊരു ക്ലാരിറ്റി ആവശ്യമാണ്. നമ്മൾ ഈ പ്രൊഫഷണലിസത്തിനെയൊക്കെ കുറിച്ച് റീതിങ്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ റീഫ്രെയിം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പണ്ട് ടെക്സ്റ്റ് ബുക്കിൽ
നമ്മൾ MBA പഠിച്ച കാര്യങ്ങൾ അതുപോലെ നമുക്ക് ഇവിടെ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഡിഫറെന്റ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, നോളേജും സ്കില്ലും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് കുറെ കാര്യത്തിനെ കുറിച്ച് നോളേജ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് നോളേജ് ഉണ്ട്, നമുക്ക് സിസ്റ്റം നോളേജ് ഉണ്ട്, എക്സൽ അറിയാം, ഒക്കെ ഉണ്ടെങ്കിൽ കൂട്ടിയിട്ട് നിങ്ങൾ നല്ലൊരു സെയിൽസ് പേഴ്സൺ ആവില്ല. നിങ്ങൾ നല്ലൊരു സെയിൽസ് പേഴ്സൺ ആവണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ക്ലോസിംഗ് സ്കില്ലും കൂടി ഉണ്ടായിരിക്കണം, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, നല്ലൊരു നെഗോസിയേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ഈ സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. മറ്റേത് നിങ്ങൾ എവിടെ കയറിയോ അവിടെ തന്നെ ഇരിക്കും. അപ്പം നമുക്ക് പലപ്പോഴും വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കുമ്പം ആൾക്കാരുടെ ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ അയാൾക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പൊ അതിൽ ആകെ HR ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം കമ്മ്യൂണിക്കേഷൻസ് മാത്രമാണ്. ഇയാൾ സംസാരിക്കുന്നുണ്ടോ, ഇയാൾ കോൺഫിഡന്റ് ആണോ എന്നുള്ളത്. പീപ്പിൾ സ്കിൽസ് ആണ് കുറച്ചും കൂടെ അവര് ഒബ്സർവ് ചെയ്യുന്നത്. ഇയാൾ ഇത് എങ്ങനെയാണ് കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യുക, ഇയാൾ എങ്ങനെയാണ് കസ്റ്റമറിനായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, കസ്റ്റമറിന്റെ അടുത്ത് എങ്ങനെയാണ് ഫോളോ അപ്സ് കീപ്പ് ചെയ്യുക, ഇത് ഓൺ ദ പ്രോസസ്സിലെ HR മനസ്സിലാവുള്ളൂ. ഇത് മനസ്സിലായിട്ട് ഇയാൾ കേപ്പബിൾ അല്ലെങ്കിൽ HR ചെയ്യുന്ന പരിപാടി പറഞ്ഞു വിട്ടു. അയാളുടെ മേത്ത്, കാരണം അയാൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളായിരിക്കും, അയാൾക്ക് ചിലപ്പോൾ ഒരു MBA ഡിഗ്രി ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു BBA ഉണ്ടായിരിക്കില്ല, പക്ഷെ അയാൾക്ക് ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബെറ്റർ പേഴ്സൺ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവും. അതിനെ ഇവർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കാതെ പറഞ്ഞയക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ പേഴ്സണും അങ്ങനെ ഒരു ട്രെയിനിങ് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചൂസ് ചെയ്ത് എടുത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം നമ്മളിപ്പം ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ ഫയർഡ് ആയി, അവിടെ നമ്മൾ പക്ഷെ നമ്മളൊരു സെൽഫ് റിയലൈസേഷൻ നടത്തുന്നില്ല പലപ്പോഴും. നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു കമ്പനിയായിട്ട് ഒരു ഫയറിങ്, നമ്മളൊരു റിസൈൻ ചെയ്തു, ഒരു ക്ലാഷ് വന്നു, നമ്മൾ ആ കമ്പനീനെ വല്ലാണ്ട് ബ്ലെയിം ചെയ്യും. നമ്മൾ അവരെ മാനേജ്മെന്റിനെയും ടീമിനെയും ലീഡിനെയും മാർക്കറ്റിങ്ങിനെയും പ്രൈസിങ്ങിനെയും എല്ലാത്തിനെയും നമ്മൾ ബ്ലെയിം ചെയ്യും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കമ്പനിയിൽ പോയിട്ട് ജോയിൻ ചെയ്യും. അവിടെയും ഈ സെയിം സിനാരിയോ നമുക്ക് മിനിമം ഒരു 1 ഇയറിൽ നമുക്ക് ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ അവരെ കുറേ ചീത്ത വിളിച്ചിട്ട് നമ്മൾ അടുത്തതിലേക്ക് പോകും. അപ്പോൾ ബേസിക്കലി അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം സ്കിൽസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയല്ല, അതിന് നമ്മൾ ടൈം കണ്ടെത്താൻ റെഡിയല്ല എന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും നമ്മുടെ അവസ്ഥ. പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, ചെറുപ്പം തൊട്ടേ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള. പക്ഷെ ഇനിയുള്ള കാലത്ത് നമുക്കറിയാം, ലൈക്ക് ഇറ്റ്സ് ദ എറ ഓഫ് AI. അപ്പൊ ഒരു GPT റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കാലത്ത് നമ്മൾ പഠിക്കാണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് നമ്മളൊരു പഴഞ്ചൻ കാലഘട്ടത്തിലേക്ക് നമ്മളെ തന്നെ ഡ്രാഗ് ചെയ്യുന്ന പോലെ. നിങ്ങൾ ഒബ്വിയസ്ലി മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവുക എന്നുള്ളതാണ് അതിന് വരാൻ പോകുന്നത്. അതിൽ നമ്മൾ സ്റ്റഡീസിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കിട്ടുന്നതിൽ കുറച്ച് കാലം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 2-3 ഇയേഴ്സിന്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരിക്കും, എങ്ങനെ പ്രോപ്പർലി സിസ്റ്റംസ് ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയില്ല. ഇപ്പൊ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം AI ഡെവലപ്ഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിനൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിൽസിനെ നിങ്ങൾ എൻഹാൻസ് ചെയ്യണം. അപ്പൊ അതില് പിന്നെ നമുക്ക് വേണ്ട ബേസിക് ഹ്യൂമൻ ട്രേറ്റ്സ് ആയിട്ടുള്ള ലൈക്ക് കമ്മ്യൂണിക്കേഷൻസിനെ ഇങ്ങനത്തെ കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. ഇത് തോട്ട് പ്രോസസ്സിൽ കൊണ്ടുവരുത്താണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എഫേർട്ട് ഇടണം അല്ലെങ്കിൽ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി കൊണ്ടുവരാണ്ട് ഒബ്വിയസ്ലി മാർക്കറ്റിൽ അവർക്ക് ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം മാനേജ്മെന്റ് സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ സർവീസസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ സ്റ്റാഫിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം സ്റ്റാഫിന് ചിലപ്പം ഒരു 10,000, 15,000 അല്ലെങ്കിൽ 20,000 രൂപ കിട്ടുന്ന ഒരു സ്റ്റാഫിന് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ചിലപ്പം ഇനിയിപ്പോൾ ഓൺലൈൻ കോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സ് ആയിക്കോട്ടെ, അവർക്ക് മിനിമം ഒരു 5,000 or 6,000 ഇല്ലാണ്ട് ഒരു കോഴ്സും പർച്ചേസ് ചെയ്യാൻ പറ്റാത്തൊരു സിനാറിയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ ആ ഒരു പ്രൈസ് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവരെ സാലറീൻ്റെ ഒരു 30% അവർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 25% സ്പെൻഡ് ചെയ്യണം. ആ സമയത്ത് വേണമെങ്കിൽ മാനേജ്മെന്റിന് സപ്പോർട്ട് ചെയ്യാം, ഞങ്ങൾ ഇത്ര പെർസെൻറ്റേജ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യാം, ബാക്കി നിങ്ങൾ സ്പെൻഡ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ലൈക്ക് എഫേർട്ട് എടുക്കാൻ തയ്യാറായിട്ടുള്ള സ്റ്റാഫുകളാകുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓഫ് സീസൺ ടൈമിൽ നമ്മൾ സ്റ്റാഫിന് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്ത് അവരെ ബിൽഡ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളെ കാര്യത്തിൽ വെക്കണം. അതിന് അവർക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് തരും, അപ്പോൾ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങളൊരു 2 months എങ്കിലും ഇവിടെ നിൽക്കണം. കാരണം മേ ബി ഫോർ എക്സാമ്പിൾ ഇനിയിപ്പം വരാൻ പോകുന്നത് April, May എന്ന് പറയുമ്പോൾ ഒരു 8 ഡിവിഷനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ സീസണൽ ടൈമാണ്. അപ്പോൾ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടീംസ് ഹയർ ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും മണ്ടത്തരമാണ്. കാരണം ഇപ്പൊ ഹയർ ചെയ്തിട്ട് April, May എത്തുമ്പോഴത്തേക്ക് അവർ ക്ലോസിംഗ് നടക്കില്ല. കാരണം ഇപ്പൊ അവര് ലേണിംഗ് സ്റ്റേജിലായിരിക്കും. April, May എന്ന് പറയുന്നത് ഒരു ലേണിംഗ് സ്റ്റേജ് ആയിരിക്കും.
നമ്മളിപ്പോൾ ടീമിനെ ഒന്നെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം ഹോൾ ഇയറിൽ, അല്ലെങ്കിൽ നമ്മൾ ഡിസംബറിൽ ഹയർ ചെയ്ത് ജാനുവരിയിൽ അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുത്ത് ഇപ്പൊ ഏതൊരു കമ്പനി എടുത്തോട്ടെ, ഇൻഫോസിസ് ആണെങ്കിൽ പോലും വലിയ ഇപ്പൊ IIMs വരെ ഹയർ ചെയ്യുന്ന ആൾക്കാരെ ഇൻഫോസിസ് 3 months 4 months ട്രെയിനിങ് കൊടുത്തതിന്റെ ശേഷമാണ് അവരെ റിക്രൂട്ട് ചെയ്യുന്നുള്ളൂ. അതുവരെ അവർ പ്രൊഫഷനിൽ വെച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഡെവലപ്മെന്റേ കൊടുക്കുന്നുള്ളൂ. ആ ഒരു കൾച്ചർ വെറുതെ വെക്കുന്ന കൾച്ചർ അല്ല, അതാണ് ആ കമ്പനിക്കുള്ള ഗ്രോത്തിന്റെ ഒരു വൺ ഓഫ് ദ സീക്രട്ട് ആയിട്ട് അവർ ഇൻവെസ്റ്റ്മെന്റ് ആണ്, മെയിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു കൾച്ചർ നമ്മളുടെ മാർക്കറ്റിൽ കൊണ്ടുവരാത്തോടത്തോളം കാലം നമ്മളെ മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലത്തെ സ്ട്രഗിൾ ഉണ്ടായിരിക്കും, ടീം ഉണ്ടായിരിക്കില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം പലരും ജെൻസി പിള്ളേരെ കുറ്റം പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അവർ പെട്ടെന്ന് തന്നെ ഹയറിംഗ് ആൻഡ് ഫയറിംഗിൽ മൂവ് ഓൺ ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് വൈബ് ശരിയില്ല, എനിക്ക് ആൾക്കാർ ശരിയില്ല എന്നും പറഞ്ഞിട്ട്. പക്ഷെ സ്റ്റിൽ അവർ കോളേജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർക്ക് ഈ ഒരു മാർക്കറ്റ് നോളേജ് ആരും പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. അവർ വരുമ്പം അവർ നോക്കുന്നത് എന്താണ്, അവിടുത്തെ ഒരു വൈബ് എങ്ങനെയാണെന്നുള്ളത്. ഈ വൈബ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വർക്കിംഗ് കൾച്ചറാണ്. ഇങ്ങനത്തെ ഒരു ലേണിംഗ് കൾച്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടുത്തെ ഒരു വർക്കിംഗ് കൾച്ചർ പ്രോപ്പർലി ഡെവലപ്ഡ് ആയിട്ട് വരുള്ളൂ. അവരെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും അവരെ അത്ര പോലും ലൈക്ക് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സ്കിൽസ് അറിയില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോളേജസ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് AI ജനറേറ്റഡ് നോളേജസ് ഇല്ല. അപ്പോൾ അവർ നോക്കുമ്പം അവരെ ലൈക്ക് ഒരു ബാക്കിലോട്ട് വലിക്കുന്ന പോലെയാണ്. അവരെ ഹെഡായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മളിപ്പോൾ AI യൂസ് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പോൾ വീഡിയോ ഡെവലപ്മെന്റിനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം കോണ്ടന്റ് മേക്കിങ്ങിനാണെങ്കിലും ഒക്കെ. അപ്പം അത് ഇത് ChatGPT അല്ലേ, അല്ലെങ്കിൽ ഇത് ജെമിനിന്ന് എടുത്തതല്ലേ എന്ന് പറയുമ്പം അവർ നോക്കുന്നത് നിങ്ങൾക്ക് എൻ പ്രൊഡക്റ്റ് കിട്ടിയാൽ പോരെ എന്നുള്ളതാണ്. അവർ നോക്കുന്നത് പ്രാക്ടിക്കൽ സൈഡാണ്. അവർ നോക്കുന്ന പ്രാക്ടിക്കൽ സൈഡാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണി നടന്നാൽ പോരെ, ഇത് എവിടുന്ന് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളത് മാറ്റർ ആണോ. അപ്പം ഹെഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു പ്രശ്നം. കാരണം ഞാനൊക്കെ ഇത് ഭയങ്കര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചതാണ്, അപ്പൊ നീയും അതേപോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചാലേ ഇത് ശരിയാവുള്ളൂ, മറ്റേതൊരു കള്ളപ്പണിയാണ് എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സോ അങ്ങനത്തെ ചിന്താഗതികൾ മാറണം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, പാർട്ട് ഓഫ് ദി ലേണിംഗ് കർവ് എന്നുള്ളതാണ്. അതെ അതെ. അപ്പോൾ ടു കൺക്ലൂഡ്, നമ്മളിപ്പം ഇനീഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളിപ്പം മാർക്കറ്റിലെ കമ്പനീസും വർക്കിംഗ് പ്രൊഫഷണൽസിന്റെ ഒരു സ്ട്രഗിൾസും ഒക്കെ മാത്രമല്ല കേട്ടോ മാർക്കറ്റിലുള്ള പ്രശ്നങ്ങൾ. ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി എടുക്കുമ്പോൾ നമ്മളുടെ ഇപ്പോൾ ഒരു ഷോർട്ട് കോൺവെർസേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ സെയിൽസിലേക്ക് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ഒബ്വിയസ്ലി ആസ് എ കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഓപ്പറേഷൻസ് ഇല്ലാത്ത കമ്പനീസ് ഉണ്ടാവാറുണ്ട്. SOPs ഇല്ല, KPIs ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സിസ്റ്റംസ് ഇല്ല, ഫണലിംഗ് സിസ്റ്റംസ് ഇല്ല, സെയിൽസിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ CRMsോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പിച്ച് നോട്ടോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത നമ്പേഴ്സ് ഓഫ് കമ്പനീസ് ഉണ്ട്. ബട്ട് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടെങ്കിൽ കൂടിയിട്ടും അവർ ഈ ബേസിക് ആയിട്ടുള്ള ഈ ഒരു ലേണിംഗ് കർവ്സ് എല്ലാവരും ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പം അതിപ്പോൾ നമുക്ക് മാത്രമല്ല, നമ്മൾ മരിക്കുന്നവരെ പഠിക്കണം എന്നുള്ള എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ്. നമുക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടെ ലേണിംഗ് കർവ്സ് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. അതായത് ഒരു മ്യൂച്വൽ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ കമ്പനീന്റെ സൈഡിൽ നിന്ന് അവരെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കണം. 1 day or 2 day പ്രോഗ്രാം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് പ്രോട്ടോകോൾ ഉള്ള ഒരു ലേണിംഗ് കർവ് ആയിരിക്കണം. അത് 2 months നമുക്കറിയാം, ഒന്നും അങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവർക്കൊരു 3 months അല്ലെങ്കിൽ 4 months ആയിട്ട് ട്രെയിനിങ് അറ്റൈൻ ചെയ്തിട്ട് നമ്മളത് എത്തിപ്പെടണം എന്നുള്ളത്. അതുപോലെ തന്നെ എംപ്ലോയി സൈഡിൽ നിന്നും ഈവൻ ദോ കമ്പനി സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഇല്ലെങ്കിൽ പോലും അവരെ കരിയർ അവരെ സ്വന്തം കരിയറാണ്. അവരൊരിക്കലും അവരൊരു കരിയർ ഒരു കമ്പനിക്ക് എഴുതി കൊടുത്തിട്ടില്ല. ഇവിടെ ഇല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് അവർക്ക് എന്തായാലും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. സോ അതാണ് ഞാൻ കൂടുതലും എൻ്റെ ടീമിനോടാണെങ്കിലും ഈവൻ ആസ്പയറിംഗ് ആയിട്ടുള്ള ജോബ് സീക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും പറയാറ്, നിങ്ങൾ കമ്പനീസിനെയൊക്കെ ജഡ്ജ് ചെയ്യുന്നത് നിർത്തൂ, നിങ്ങൾ ആദ്യം നിങ്ങളെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കൂ, അതിനുശേഷം നമുക്ക് കമ്പനീസിനെ ജഡ്ജ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ സംസാരിക്കാറ്. അതെ അതെ. കാരണം നമ്മൾ റെഡിയാണ്, നമ്മൾ ഓക്കെയാണ്, നമ്മൾ കാപ്പബിൾ ആണ് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോകാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമുക്ക് വേറൊരു സ്ഥലത്ത് ഒരു സ്ട്രോങ്ങർ പൊസിഷനിലേക്ക് നമുക്ക് വരാൻ പറ്റും. അതെ അതെ, വിളിച്ചോണ്ട് കൊണ്ടുപോയിക്കോളും. അങ്ങനെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ വർക്ക് ചെയ്യുന്നതിന്റെ ഹാപ്പിനെസ്സും നമുക്ക് കിട്ടുന്ന ഒരു അതോറിറ്റിയും നമുക്ക് കിട്ടുന്ന ഒരു സ്പേസും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഇത്ര സ്ട്രെസ്ഡ് ആയിട്ട് ഒരു 9 to 5 ജോബ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എംപ്ലോയീസിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സ്കിൽസിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നമുക്ക് ജനറൽ ആയിട്ട് ഇപ്പം നമുക്ക് അതായത് ഇപ്പോൾ സെയിൽസിലാണെങ്കിലും ഓപ്പറേഷൻസിലാണെങ്കിലും മാർക്കറ്റിങ്ങിലാണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ജനറൽ ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്കിൽ സെറ്റ് ഉണ്ട്. അത് നമ്മളൊരു കമ്പനിയിൽ പോയിട്ട് തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. അതിന് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ്
ചൂസ് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.